അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം സമസ്ത 2022-23 നടന്ന പാദവാർഷിക പരീക്ഷയിൽ 6ാം തരത്തിലെ താരീഖിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ ഷീറ്റിനെയും കുറിച്ചാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാം. അതിൽ 7 ചോദ്യങ്ങളാണ്. ഒന്നാമത്തത് അസ്വദുൽ അൻസി കൊല്ലപ്പെട്ട യുദ്ധം, യമാമ യുദ്ധം. 2, ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം, പ്രതിനിധി. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് 4 ഖലീഫമാർക്കാണ്. 4, മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മുകളാണ്. 5, ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കനാൻ. 6, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, ബനൂ തൈം. 7, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വഹി എഴുതി വച്ചിരുന്നത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെക്ഷൻ 2 വ്യക്തമാക്കാം. 1, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 2 വർഷവും 3 മാസവുമാണ് ഭരണം നടത്തിയത്. 2, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 10.5 വർഷമാകുന്നു. 3, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 12 വർഷം. 4, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 4 വർഷവും 9 മാസവുമാണ്. സെക്ഷൻ 3 പൂർത്തിയാക്കാം. 1, ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവുമാണ്. 2, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മുൽ ഖൈർ എന്ന സൽമാ ബീവിയായിരുന്നു. 3, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ എന്ന ഉസ്മാനാകുന്നു. 4, 950 വർഷക്കാലം പ്രബോധനം ചെയ്ത നബി നൂഹ് നബി അലൈഹിസ്സലാം. സെക്ഷൻ 4 ഉത്തരം എഴുതാം. 1, ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതുവരെയായിരുന്നു? അതിൻ്റെ ആൻസർ ഹിജ്റ 11 മുതൽ 40 വരെയായിരുന്നു. 2, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെൺമക്കളിൽ പ്രധാനികളായവർ ആരെല്ലാം? ആൻസർ ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ. 3, അധികാരമേറ്റ് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? ആൻസർ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു. 4, അഗ്നിപ്രവേശനം നേരിട്ട പ്രവാചകൻ ആരായിരുന്നു? ആൻസർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 5, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് വിവാഹം ചെയ്തത് ആരെയെല്ലാം? ആൻസർ ഹബീബ ബിൻത് സെയ്ദ്, അസ്മാ ബിൻത് ഉമൈസ്. സെക്ഷൻ 5 തെറ്റ് ശരിയാക്കി ശരി എഴുതാം. 1, ഉലുൽ അസ്മുകൾ 7 ആണ്. അത് തെറ്റാകുന്നു. അതിൻ്റെ ശരിയായ ആൻസർ ഉലുൽ അസ്മുകൾ 5 ആണ്. 2, സ്വന്തം മകനെ അറുക്കാനുള്ള കൽപ്പന നേരിടേണ്ടുവെന്ന പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം ആയിരുന്നു. അത് തെറ്റാണ്. അതിൻ്റെ ശരിയായ ആൻസർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരുന്നു. 3, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബസറയിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ നായകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അതിന് ശരിയായ ആൻസർ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. 4, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 8 സഹാബിമാരായിരുന്നു. 8 എന്നുള്ളത് തെറ്റാണ്. ഇതിന് ശരിയായ ആൻസർ 10 സഹാബികൾ. 5, ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങി 8 അടിമകളെ വില കൊടുത്തു വാങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. 8 എന്നുള്ളത് തെറ്റാണ്. അതിൻ്റെ ശരിയായ ആൻസർ 7 അടിമകളെയാണ് മോചിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളായിരുന്നു 2022-23 പാദവാർഷിക പരീക്ഷയിൽ 6ാം തരത്തിലെ താരീഖിൽ നിന്ന് ചോദ്യങ്ങളായി വന്നിട്ടുണ്ടായിരുന്നത്. ഇതേപോലെയായിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദ്യങ്ങളുണ്ടാവുക. വിദ്യാർത്ഥികൾ നല്ല നിലയിൽ ശ്രദ്ധിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.